ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ നിഗമനങ്ങളെ അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതൊക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കത്തക്ക രീതിയിലാണ് മാർക്കറ്റ് ഇന്ന് സഞ്ചരിച്ചത് അല്ലേ. നമ്മൾ പലരും മാർക്കറ്റ് പൊട്ടി തകരും എന്നൊക്കെ പ്രതീക്ഷിച്ചെടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, 23,210 മാർക്കറ്റ് താഴെ പോയാലും ഒരു പരിധി വിട്ട് മാർക്കറ്റ് താഴെ പോകത്തില്ല, മാർക്കറ്റിലൂടെ റീബൗണ്ട് വരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു അല്ലേ. എത്ര പേര് നിങ്ങളെല്ലാവരും കേട്ട് കാണും. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് നല്ല ഒരു 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 ഫാസ്റ്റ് മൂവ്മെൻറ്റ് നടത്തി 23,336 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തി. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടുന്ന് താഴെ പോയാലും പലപ്പോഴും മാർക്കറ്റ് ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾ സ്ഥിരമായിട്ട് മാർക്കറ്റിനെ വീക്ഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ക്യാൻഡലുകളുടെ ഫോർമേഷൻ അത് ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നിങ്ങൾ നിരന്തരമായി കൃത്യമായി ചാർട്ടുകളെ വീക്ഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചാർട്ടുകളുടെ പോക്കുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ക്യാൻഡിലുകളുടെ വീഴ്ചകൾ ഫോർമേഷൻ കാണുമ്പം നിങ്ങൾക്ക് ഒരു ഏറെക്കുറെ മനസ്സിലാകും മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് എന്താണ്, മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും മൂവ് സംഭവിച്ചാൽ അത് വേറൊരു സിറ്റുവേഷൻ. ഞാൻ നോർമൽ മാർക്കറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു മാർക്കറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻസ് കാണുമ്പം നമുക്കറിയാൻ പറ്റും മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് എന്തുമാത്രം ഉണ്ട്, മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു വലിയ ഫോളാണോ വരുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് നേരെ ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ നേരെ മാർക്കറ്റ് താഴോട്ട് പോരുമായിരുന്നു അല്ലേ. നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചാണ്, കാരണം മാർക്കറ്റ് മൊത്തത്തിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയാണെന്നുള്ള ഒരു പ്രതീതിയായിരുന്നു നമുക്ക്. നമ്മൾ പറഞ്ഞത് 23,336 താഴെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 210 ടെസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അല്ലേ. മാർക്കറ്റ് ഓൾറെഡി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് നേരെ താഴെ 236 താഴെ പോരുമായിരുന്നു. അവിടുന്ന് പിന്നെ ഗ്രാജുവലായിട്ട് മാർക്കറ്റ് പതുക്കെ നടന്നിറങ്ങുമായിരുന്നു ഇല്ലേ, നടന്നിറങ്ങുമായിരുന്നു. മാർക്കറ്റ് പതുക്കെ ഒറ്റയടിക്ക് ഫോളല്ല ഇല്ലേ, മാർക്കറ്റ് പതുക്കെ നടന്നിറങ്ങുമായിരുന്നു അല്ലേ. അപ്പോൾ ഇറങ്ങി കൃത്യമായിട്ട് 23,210 ഇല്ലേ, 210 മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു, വീണ്ടും ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു, വീണ്ടും ഒന്ന് വീഴാൻ ശ്രമിച്ചു, വീണ്ടും അവിടെ നിന്ന് തിരിച്ചു കയറി, വീണ്ടും അതേ ലൈനിൽ നമ്മുടെ 210 തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് അവിടെ കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് മാർക്കറ്റ് പോയി ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, ബ്രേക്ക് ചെയ്തു, പിന്നെയും ബ്രേക്കിംഗ് താഴോട്ട് പൊട്ടും എന്ന് ഒരു കൺഫർമേഷൻ വരത്തക്ക രീതിയിൽ മാർക്കറ്റ് സെക്കൻഡ് ക്യാൻഡിലും പോയി. ഈ ക്യാൻഡിൽ വീണപ്പം ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു അല്ലേ, മാർക്കറ്റ് ഒരു പരിധി വിട്ട് 15 മിനിറ്റ് നേരം മാർക്കറ്റ് ഇതിന് താഴെ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ, 15 മിനിറ്റ് നേരം മാർക്കറ്റ് ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്താൽ, നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് താഴോട്ട് പ്രതീക്ഷയുള്ളൂ. എൻ്റെ പേഴ്സണൽ വ്യൂ മാർക്കറ്റ് ഇവിടെ തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളതെന്ന് ഞാൻ ക്ലിയറായിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. നോക്കിക്കേ, ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, രണ്ടാമത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, അതിനുശേഷം അവിടെ നിന്ന് റീബൗണ്ട് കാണിച്ചു അല്ലേ, മാർക്കറ്റ് ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ, പക്ഷേ നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ ഒന്നുമല്ല, പക്ഷേങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ, ആ ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ അറിയാം നമുക്കൊരു റിവേഴ്സലുണ്ട് ഇല്ലേ. മാർക്കറ്റിൽ താഴോട്ട് വീഴാനൊരു മനസ്സില്ല, മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ശ്രമമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു, പിന്നെ പതുക്കെ മാർക്കറ്റ് എന്ത് ചെയ്തു, പതുക്കെ നടന്ന് കയറാൻ തുടങ്ങി അല്ലേ. പെട്ടെന്ന് തന്നെ ഒരു ബൈ അവിടെ ആക്റ്റീവായി, മാർക്കറ്റ് ഇതിനെ ക്ലോസ് ചെയ്തു. പക്ഷേങ്കിൽ ഇവിടെ എത്ര പേർക്ക്, എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേങ്കിൽ ഇവിടെ എടുത്തവർ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസിന് കൊടുക്കാതെ ഹോൾഡ് ചെയ്യുന്നവർ വല്ലതും ആണെന്നുണ്ടെങ്കിൽ, ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ തർക്കിക്കൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, നിങ്ങൾ ചെയ്ത റൈറ്റ് തന്നെയാണ്. അല്ല, കാരണം കഴിവതും നമ്മുടെ ആൾക്കാരെ സ്റ്റോപ്പ് ലോസ് കൊടുത്തപ്പോൾ അത് പരിപാടി നമുക്കില്ലല്ലോ, ഹോൾഡിംഗ് ആണല്ലോ പരിപാടി കൂടുതൽ. അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലൊരു അപ്പ് മൂവ്മെൻറ്റ് ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഇരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഇപ്പം വളരെ ശോകമാണ്, നമ്മുടെ വ്യൂസ് ആണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാൻ പോലും നിങ്ങൾക്ക് ആർക്കും ഒരു മനസ്സില്ല ഇല്ലേ. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടും നിങ്ങളുടെ വിരലിന് ഒരു ലൈക്ക് ബട്ടൺ ഞെക്കാൻ പോലുള്ള ശക്തി ഇല്ല എന്നുള്ളത് ഓർക്കുമ്പം ചെറിയ സങ്കടമുണ്ട്. എങ്കിലും നമുക്ക് അതിനകത്ത് പരിഭവമൊന്നുമില്ല, ഓരോരുത്തരുടെ മനസ്ഥിതിയല്ലേ ഇല്ലേ. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത്രയും പറയുമ്പോഴാണ് നിങ്ങൾ ഇന്ന് ലൈക്ക് ചെയ്യും, നാളെയും
പഴയ ഗതി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ എന്താ പിടിച്ചു പറിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ലൈക്ക് എന്ന് പറയുന്നതോ കമൻ്റ് എന്ന് പറയുന്നതൊന്നും നമുക്ക് ആരുടെയും പിടിച്ചു പറിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇല്ല, അവരവരുടെ മനസ്സിൽ തോന്നി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും ബെനിഫിറ്റും മനോഹാരിതയും. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ലൈക്ക് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം മാർക്കറ്റ് 23,336 ടെസ്റ്റ് ചെയ്തു, വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങി വരാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നമുക്കൊരു ട്രേഡ് ഉണ്ട്. എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വെച്ചിട്ട്, റിജക്ഷൻ ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് ഉണ്ട്. മാർക്കറ്റ് കൃത്യമായിട്ട് 23,336 റെസിസ്റ്റൻസിൽ നിന്ന് കൃത്യമായിട്ട് റിജക്റ്റ് ചെയ്തു മാർക്കറ്റ്, അല്ലേ? ഇതൊരു റിജക്ഷൻ ക്യാൻഡിലാണ്. ഇവിടെ ട്രേഡ് എടുത്തവർക്ക് മാന്യമായ രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, റിജക്ഷൻ ക്യാൻഡിൽ എടുത്തവർക്ക്. ഓക്കെ, ഇനി ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഒരു ഈവനിങ് സ്റ്റാർ ഫോർമേഷനാണ്, അല്ലേ? ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, പിന്നെ മുകളിൽ പോയി റിജക്ഷൻ വന്നു, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഒരു ഈവനിങ് സ്റ്റാർ ഫോർമേഷൻ അടുത്താണ്. അതിനുശേഷം വീണ്ടും ഒരു റെഡ് ക്യാൻഡിലൂടെ നമുക്ക് കിട്ടി. പക്ഷേങ്കിൽ എനിക്കറിയത്തില്ല എത്ര പേർ. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞു ഈ ഈവനിങ് സ്റ്റാർ ഫോർമേഷൻ ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,336 മുകളിൽ ഒരു 5 മിനിറ്റിൻ്റെ നല്ല രീതിയിലുള്ളൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഇൻവാലിഡ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും നിർഭാഗ്യവശാൽ കുറച്ച് താഴോട്ട് കിട്ടി, പക്ഷേ ന്യായം ഒക്കെ കിട്ടി കാണും. പക്ഷേ ഞാൻ തർക്കിക്കുന്നില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. എല്ലാം കൃത്യമായിട്ട് ആക്യുറേറ്റായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റണമെന്നും എൻ്റെ തള്ളലിന് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ പല സംഗതികളും ഇതിനകത്ത് പറയാം, ഞാൻ പറയുമ്പോൾ സംഭവിച്ചില്ലെന്നൊക്കെ പറയാം. പക്ഷേങ്കിൽ പ്രാക്ടിക്കലി അവിടെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ള കാര്യം എനിക്കും അറിയാം. കാരണം ഞാൻ ഈ അവസ്ഥയെ കടന്നിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്തു. ഒരൊറ്റ ക്യാൻഡിലിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇന്നത്തെ ഓപ്പണിങ് ടെസ്റ്റ് ചെയ്തു. പതുക്കെ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും നടന്ന് കയറി മാർക്കറ്റ്, അല്ലേ? നടന്ന് കയറി, ഇവിടുന്ന് ചാടി, പിന്നെ നടന്ന് കയറി, അവസാനം ലാസ്റ്റ് മൊമെൻറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? തിരിച്ച് ഒരു 50-60 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിങ് വീണ്ടും അവസാനം വന്ന് അങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് 23,400 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രയുടെ പിന്നെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FIS LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ LTCG കുറയ്ക്കാൻ ഉള്ള ഒരു ഹിൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വന്നു. അതുപോലെ തന്നെ FISനെ സഹായിക്കുന്ന അവരുടെ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്ന അവർക്ക് അനുകൂലമായിട്ടുള്ള എന്തോ ചിലത് വരാനിരിക്കുന്നു അടുത്ത ആഴ്ച എന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. പക്ഷേങ്കിൽ എത്രത്തോളം അതിനകത്ത് സത്യമുണ്ടെന്നുള്ള കാര്യമോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു കൺഫർമേഷനോ ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെയൊരു സംഭവമുണ്ട്. ഓക്കെ, LTCG കുറച്ച് കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേവറബിളായിട്ട് FISന് ഫേവറബിളായിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യാൻ സർക്കാർ തുനിയുന്നു അല്ലെ ആലോചിക്കുന്നു എന്നൊരു ന്യൂസ് പൊട്ടിപ്പുറപ്പെട്ടു. അതിൻ്റെ ബേസിലാണ് ഈ ഒരു റാലി നടന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അതാണ് ന്യൂസുകൾ പറയുന്നത്. പക്ഷെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞോളൂ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. കാരണം ഇന്ന് മാർക്കറ്റ് ഇവിടം വരെ വീണപ്പോൾ 1-2 കാര്യം എനിക്ക് പറയാനുണ്ട്. ഇച്ചിരി നീണ്ടുപോകും ചിലപ്പോൾ. നമ്മൾക്ക് ഇനിയും ഇന്ത്യൻ മാർക്കറ്റിനെ അമേരിക്കൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അമേരിക്കൻ മാർക്കറ്റ് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അമേരിക്കൻ മാർക്കറ്റ്, അതായത് ഡൗ ജോൺസ് ഓൾ ടൈം ഹൈയും കഴിഞ്ഞ് 50,000 ആയിരുന്നു ഒരു ഓൾ ടൈം ഹൈ. ഓക്കെ, 50,000 കഴിഞ്ഞ് 51,000 957 ഇപ്പോൾ നോക്കുക. 51,000 ഓൾ ടൈം ഹൈയിലാണ് ഡൗ ജോൺസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 15% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഏത് നിമിഷവും അമേരിക്കൻ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായാൽ നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് അത് സ്വാഭാവികമാണ്. കാരണം എന്താണ്, ഓൾ ടൈം ഹൈ നിൽക്കുമ്പോൾ എപ്പോഴും ഒരു സെല്ലിംഗ് പ്രഷർ വരും. അങ്ങനെ മാർക്കറ്റ് ഒരു പക്ഷേങ്കിൽ 3-4-5% ഇടിയാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഇന്ത്യൻ മാർക്കറ്റോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, 15% ഓൾറെഡി ഇടിഞ്ഞ് താഴെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ പൊട്ടുന്നൊന്നും പറഞ്ഞ് ഇവിടെ പൊട്ടണം എന്ന നിർബന്ധമൊന്നും ഇല്ല. അത് മാത്രമല്ല, ഇന്ന് പകൽ US ഫ്യൂച്ചർ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഈ പൊട്ടലുണ്ടാകുമ്പോഴൊക്കെ US ഫ്യൂച്ചർ വെറും 30, 40, 50 പോയിൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു നെഗറ്റീവ്. പക്ഷേങ്കിൽ നമ്മൾ 10, 200, 300 പോയിൻ്റാണ് പൊട്ടിയത്. അതിനുശേഷം ഒരു റീബൗണ്ട് നടന്നു. എന്ത് സംഭവിക്കുന്നുള്ള അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ US അല്ല FISൻ്റെ ഫ്യൂച്ചർ ഇൻഡെക്സിലെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കും. ഇപ്പോൾ വന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാം. കണ്ടല്ലോ, ഇന്നത്തെ പൊസിഷനാണിത്. 3 ജൂൺ 92% ഷോർട്ട് സൈഡാണ്. 92%. ഇവന്മാരിത് എന്തുദ്ദേശിച്ചാണെന്നുള്ളത് യാതൊരു പിടുത്തമില്ല. വളരെ ആശങ്കാജനകമാണ്. ഇവരിങ്ങനെ ഷോർട്ട് സൈഡിൽ പോകുന്നത് വളരെ ആശങ്കാജനകമാണ്. ഇപ്പം നമ്മൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 100 പോയിൻറ്റുകളുടെ നെഗറ്റീവിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്നു രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ എന്തിനു വേണ്ടിയാണ് 12 മണി കഴിഞ്ഞ ശേഷം ഇത് മേലോട്ട് പോയെന്നുള്ള കാര്യം അതാണ് ഞാൻ ക്യാപ്ഷനിൽ എഴുതി. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഓക്കെ, അപ്പം വലിയ വലിയ ആളുകളുടെ കൈകളിലാണ് മാർക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തിലാണ് നമ്മളെപ്പോലുള്ള ഈയാമ്പാറ്റകളായ റീറ്റെയിലേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഒരു ന്യായം എന്ന കൺസെപ്റ്റിൽ 10-15 പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് മാറണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ, കാരണം ഇതൊരു നോർമൽ മാർക്കറ്റ് അല്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്, ഗ്ലോബൽ സെറ്റപ്പ് വെച്ചിട്ടും ഇപ്പോഴത്തെ ന്യൂസ് വെച്ചിട്ടും മറ്റ് പല ഘടകങ്ങൾ വെച്ചിട്ടും നമ്മൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നോർമൽ മാർക്കറ്റ് അല്ല. ആ ഒരു നോർമൽ മാർക്കറ്റ് അല്ലാത്തടത്തോളം കാലം ഓപ്ഷൻ ബയേഴ്സിന് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് റിയാലിറ്റിയാണ് പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല നമുക്ക്. ഞാൻ പറഞ്ഞ ലെവൽ അവിടെ എത്തി അല്ലെങ്കിൽ താഴോട്ട് പോയി ഇത് മാത്രമേ സാധാരണപ്പെട്ടവർ പറയത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഓപ്ഷൻ ബയേഴ്സും മനസ്സിലാക്കണം. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൈകളിലല്ല മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന വേറെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെ വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഒക്കെ കാണും. ഓക്കെ, അതിനകത്ത് നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് വളരെ ചെറിയ ക്യാപിറ്റൽ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മാന്യമായ രീതിയിൽ ഞാൻ ഇന്ന് ഒന്ന് ആലോചിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങോട്ട് സ്കൂട്ടർ ഓടിച്ച് ഇങ്ങോട്ട് വന്നപ്പം മോനെ ട്യൂഷന് കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ബി ഫ്രാങ്ക് ഞാനുള്ള കാര്യം പറയും. ഞാൻ മോനെ ട്യൂഷന് കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ച് വിളിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കടന്ന ചിന്തയാണ്. അപ്പം അവിടെ ട്യൂഷൻ ഫീസ് കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു മാസം അവർ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ വായിട്ടലച്ചാൽ അവർക്ക് കിട്ടുന്നത്, അവരുടെ വീട്ടിൽ കൊണ്ടുപോകണം ട്യൂഷൻ. അവിടെ ഒത്തിരി ധാരാളം പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് ഒരു മാസം 1000 രൂപയാണ്. 1.5 മാസം ഈ കൊച്ചുങ്ങളോട് മൽപ്പിടുത്തം പിടിച്ച് വായിട്ടലച്ചിട്ടാണ് ഒരു മാസം 1.5 മണിക്കൂർ വായിട്ടലയ്ക്കുമ്പോൾ, എല്ലാ ദിവസവും വായിട്ടലയ്ക്കുമ്പോഴാണ് അവർക്ക് ഒരു മാസം 1000 രൂപ കിട്ടുന്നത്. അല്ലേ? ഇവിടോ 5, 10, 15 അല്ല 20 അല്ല അരമണിക്കൂറോ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യാവുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് 500-1000 രൂപ ഒപ്പിക്കാൻ യാതൊരു പാടുമില്ല. ഇല്ലേ? 10ൽ ഒരു 2-3 സ്റ്റോപ്പ്ലെസ് അടിച്ചു കഴിഞ്ഞാലും ഒരു 4-5 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെയൊക്കെ ഒന്ന് തുലനം ചെയ്യുക. മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് റിട്ടേൺ കിട്ടുന്നു, ആ റിട്ടേണും ഈ റിട്ടേണുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുലനം ചെയ്യുക. നമുക്ക് ഒരു ദിവസം 10-500 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റുള്ള മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 15 മിനിറ്റിനകം 500-1000 കിട്ടിയാൽ അതും കൊണ്ട് നമ്മൾ മാർക്കറ്റിനെ ബൈ പറഞ്ഞ് പോകുന്നതാണോ നല്ലത്? അല്ല, രാവിലെ 9:15 പോയിട്ടും വൈകിട്ട് 3:30 വരെ ഇരിയോട്ടി കുത്തിയിരുന്ന് ഉള്ളത് അങ്ങോട്ട് കൊടുത്ത് പോകുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ വീണ്ടും ചിന്തിക്കുക. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണെങ്കിലും പിന്നെയും ഞാൻ പറയാൻ നിർബന്ധിതനാകുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ ഓപ്ഷൻ സെല്ലിലേക്ക് മാറണം. ഓപ്ഷൻ സെല്ലിന് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 10 ലക്ഷം രൂപയെങ്കിലും ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഓപ്ഷൻ സെല്ലിലേക്ക്. ആ ഓപ്ഷൻ സെല്ലിൻ്റെ ക്ലാസ് ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും ക്ലാസ്സിന് വന്നപ്പോഴൊക്കെ പറയും, സാർ നമ്മൾ ഓപ്ഷൻ സെല്ലിൻ്റെ ക്ലാസ് നേരത്തെ നടത്തിയാണ്, പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് നിർത്തിവെച്ചേക്കുന്നത്. ഇപ്പം ഈ നാട്ടിൽ സെറ്റിൽ ആയതുകൊണ്ട് ഓപ്ഷൻ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്ലാസ്സുകൾ നമ്മൾ പുനരാരംഭിക്കുന്നുണ്ട്. ഫിസിക്കലായി മീൻസ് നേരിട്ട്, ഓൺലൈനല്ല, നേരിട്ടായിട്ട് ജസ്റ്റ് 10 പേർക്ക് ഉള്ള ഒരു ഓരോ ബാച്ചായിട്ട് ആരംഭിക്കാനാണ് എൻ്റെ പ്ലാൻ. ഒന്നും സെറ്റായില്ല, ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലത് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, പക്ഷേ അത് മിനിമം 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മാന്യമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും. അത്രയും പൈസ ഇല്ലാത്തവരാണ് നമ്മൾ ഈ 10,000, 15,000, 20,000 കൊണ്ട് നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പം എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇപ്പം നിലവിലത്തെ അവസ്ഥ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങൾ വീണ്ടും ഈ ഡേറ്റയൊക്കെ സൂചിപ്പിക്കുന്നത് വീണ്ടും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞേക്കുന്നു ഉടൻ തന്നെ ഞാൻ മുജ്തബ ഖമേനിയുമായിട്ട് ഉള്ള ഒരു മീറ്റിംഗ് ഉടനെ തന്നെ നടത്തുന്നുണ്ട് എന്നൊക്കെ ആശാൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ പുറപ്പാട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ
പിന്നെ ഇത്രയും കുവൈറ്റിനെ ശക്തമായിട്ട് ആക്രമിച്ചു. ഇന്ന് ഏതാണ്ട് നല്ല രീതിയിൽ ബലസ്റ്റിക് മിസൈലും ഡ്രോണും ഒക്കെ അടിച്ച് എയർപോർട്ടിനെ വരെ അടിച്ചിട്ടും പുള്ളി അതൊന്നും കാരണം കുവൈറ്റിലൊക്കെ US-ൻ്റെ എയർ ബേസ് ഉണ്ട്, അല്ലാതെ മിലിറ്ററി ബേസ് ഉണ്ട്. ഓക്കെ, അവരെയൊക്കെ അടിച്ച് തരിപ്പണമാക്കിയിട്ടും അണ്ണൻ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം എന്തായി തീരും എന്നുള്ള കാര്യം യാതൊരു പിടുത്തവുമില്ല. അപ്പം ഇപ്പം ഒരു ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നത് മൊജ്തബ ഖമാനിയുമായിട്ട് ഉടൻ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവർ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കത്തില്ല എന്ന് എഗ്രി ചെയ്ത് കഴിഞ്ഞു. ഈ സംഭവം അവസാനിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അടിച്ച് പടക്കം ഇറക്കുന്നതുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. അത് കേട്ടിട്ടും മാർക്കറ്റ് അതിനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് താഴോട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ ഗിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 185 പോയിൻറ്റ് താഴെ പോയി. അത് നോക്കിക്കേ, ഏകദേശം 100-120 പോയിൻറ്റോളം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി തിരിച്ച് താഴെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് മാർക്കറ്റിനെ താഴെ കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട രണ്ട് സംഗതി എന്ന് പറഞ്ഞാൽ, ഇന്നലെ IT ആണ് മാർക്കറ്റിനെ മുകളിലോട്ട് രണ്ടുപേരും ഇൻഫിയും TCS-ഉം 5% വെച്ച് മുകളിലോട്ട് കയറി. ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആ കയറിയതിനേക്കാൾ കൂടുതൽ ഇന്നും ഇൻഫി ഏകദേശം 4%-അടുത്തും TCS 9%-അടുത്തും പൊട്ടി. അപ്പോൾ ഇന്നലെ കയറിയതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായിരുന്നു? ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഗ്ലോബലി തന്നെ IT സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു, ഏണിങ്സൊക്കെ ഇനിയും കുറവായിരിക്കും എന്നൊക്കെ ഒരു റൂമർ പരന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊത്തത്തിൽ ഒരു പൊട്ടൽ സാധ്യത IT സെക്ടറിൽ വന്നത്. അതിൻ്റെ ചൂട് പിടിച്ചാണ് നമ്മുടെ മാർക്കറ്റിലും പൊട്ടിയത്. അപ്പോൾ ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. റിലയൻസും ഈ പറയുന്ന പോലെ തന്നെ വലിയ രീതിയിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും നല്ല രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ നേരെ താഴെ പോയതിന് ശേഷം ഇന്നലെയൊക്കെ നല്ലോണം വലിഞ്ഞ് കയറിയതാണ്. അത് കയറി അതുപോലെ തന്നെ നേരെ തിരിച്ച് വീണ് ഒരു കൺസോളിഡേഷൻ മോഡിലേക്കാണ്. ഇനിയും എന്താണ് സംഭവിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ? ബാങ്ക് എല്ലാം നെഗറ്റീവ് എല്ലാം ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് 23,500 മാർക്കറ്റ് എത്തിയില്ല, അങ്ങോട്ട് എത്താൻ ശ്രമിച്ചെങ്കിലും അങ്ങോട്ട് എത്തിയില്ല. നാളെ ഒരു പക്ഷേ വീണ്ടും തിരിച്ച് ഈ ഏരിയയിൽ തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 23,336 ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് മാർക്കറ്റ് 23,336 താഴെയാണ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥ ആസ് ഓഫ് നൗ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 336 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാൻ നോക്കുക. വീണ്ടും ഒരിക്കൽ കൂടി 23,210 പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് താഴെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേങ്കിൽ ന്യൂസുകളൂടെ ശ്രദ്ധിക്കുക. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു അവിയൽ പരുവായിരിക്കും. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്, ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 336 താഴെ, ഓക്കെ, താഴെ ഈ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 210 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് പോയാൽ, ഈ ലോ ബ്രേക്ക് ചെയ്താൽ തദൈവ മാർക്കറ്റ് 23,000-ലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 210 ബ്രേക്ക് ചെയ്യുന്നതാണ് നോക്കുക. 210 ബ്രേക്ക് ചെയ്താലും ഈ 150 ബ്രേക്ക് ചെയ്ത് താഴെ പോയാലാണ് കൺഫേം ആകുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് 23,000-ലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മോളോട്ടാണെന്നുണ്ടെങ്കിൽ 336 മോൾ ഇതേ ലെവലിൽ തന്നെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 23,500 എന്ത് സംഭവിക്കാൻ നോക്കുക. അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുക, അതിവിടെ നേരെ തലയും കുത്തി താഴോട്ട് വരും എന്നുള്ളത് നോക്കി വേണം നമ്മൾ നാളെ ട്രേഡ് ചെയ്യാൻ. വേറെ പ്രത്യേകിച്ച് ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തടുപ്പിച്ച് നമ്മുടെ ആ ഏരിയയിൽ തന്നെയാണ് കറങ്ങുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ടും നിഫ്റ്റി താഴോട്ടുമായിരുന്നു ഇന്ന് പോയത്. എന്നാലും വലിയ രീതിയിൽ 90 പോയിൻറ്റും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാലും നമ്മുടെ ഈ 53,589 എന്നുള്ള റേഞ്ചിനടുത്തൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. നാളെ അപ്പോൾ എന്ത് സംഭവിക്കാൻ നോക്കുക. 759 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്സൈഡ് മൊമെൻറ്റ് നമുക്ക് കാണാം. മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്നും ഈ പറയുന്ന പോലെ തന്നെ BSE ആണ് മാർക്കറ്റിനെ താഴെ കൊണ്ടുപോയത്. BSE ഇന്ന് രാവിലെ 75 പോയിൻറ്റോളം BSE പൊട്ടിയതിന് ശേഷമാണ് തിരിച്ച് കയറിയത്. 70-75 ഇവിടുന്ന് ഇത്രയും വരെ പൊട്ടിയിട്ടാണ് തിരിച്ച് കയറിയത്. പക്ഷേ ഈ കയറലിന് അത്ര സുഖമുള്ള കയറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നാളെ നിങ്ങൾ നോക്കുക. അങ്ങനെ നാളെ നോക്കിയിട്ട് ഈ 339.89 ഈ 39.89 മുകളിൽ, അല്ലെങ്കിൽ ഈ ഹൈ നമുക്ക് ഈ ഹൈ തന്നെ വെക്കാം. അതായിരിക്കും ഒന്നുകൂടെ നല്ല. ഇവിടെ ഒരു സെക്കൻഡേ,
കാരണം ഈ BSEയിൽ ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചുകൂടെ ഈ ലെവലിൽ നിന്നോട്ടെ. ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് BSEയിൽ പ്രതീക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വീണ്ടും നമുക്കിവിടെ ഉണ്ട്. 4000-ന് മുകളിൽ പോകണം. 4000-ന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് ഇത് പോകുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ തിരിച്ച് താഴോട്ടിറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ റേഞ്ചൊക്കെ തന്നെയാണ്, നമ്മുടെ വരകളിലൊക്കെ തന്നെ തട്ടിയാണ് ഈ സംഭവങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നാളെ 24,118 പൊട്ടിയാൽ നമുക്ക് $13,944 കാണാൻ പറ്റും മിഡ് ക്യാപ്പിനകത്തിൽ. അപ്പം ഇത്രയൊക്കെയാണ്. സമയം ഒത്തിരി പോയി. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥയും റിയാലിറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കൃത്യമായി എൻട്രി പോയിൻ്റ് കിട്ടിയാൽ എൻട്രി എടുക്കുക. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വേണം. എക്സിറ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കണം. ആ എക്സിറ്റ് പോയിൻ്റിൽ ഇറങ്ങുക. മാന്യമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് വീട്ടിൽ പോകാൻ നോക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. എനിക്കറിയാം ഞാൻ എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓക്കെ, അതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലെങ്കിൽ വിധി പോയി വരട്ടെ എന്ന് സമാധാനിക്കുക. ഓക്കെ, നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.